കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വാളക്കോട് മേൽപ്പാലത്തിൽ ചെളിക്കെട്ട് രൂപപ്പെട്ടത് വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കി. നഗരസഭാ അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് ദേശീയപാത വിഭാഗം വൈകുന്നേരത്തോടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. റെയിൽവേ ബ്രോഡ്ഗേജ് നിർമ്മാണം നടക്കുന്ന കലയനാട് ഭാഗത്തു നിന്നും എടുത്ത മണ്ണ് തകർന്നു കിടന്ന വാളക്കോട് മേൽപ്പാലത്തിൽ കൊണ്ടിട്ടതാണ് ചെളിക്കെട്ട് രൂപപ്പെടാൻ കാരണമായത്. കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയും പെയ്ത മഴയിൽ റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണ്ണമായിരുന്നു. മേൽപ്പാലത്തിന്റെ കൈവരികളിലൂടെ സാഹസികമായാണ് വിദ്യാർത്ഥികൾ സമീപത്തെ സ്കൂളിലേക്ക് എത്തിയത്. രക്ഷകർത്താക്കളും നാട്ടുകാരും ഈ വിവരം സ്കൂൾ അധികൃതരെ അറിയിച്ചു. നഗരസഭാ അധ്യക്ഷ വിമല ഗുരുദാസ്, PTA പ്രസിഡന്റും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ D ദിനേശൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നാട്ടുകാർക്കും രക്ഷകർത്താക്കൾക്കുമൊപ്പം ഉടൻ തന്നെ ദേശീയപാത വിഭാഗം ഓഫീസിലെത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തുകയും ചെയ്തു. പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്തായാലും മഴയുടെ സമയമായി മഴ പെയ്താൽ അതിലൂടെ കുട്ടികൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. അല്ലെ അത് ചെയർപേഴ്സൺ കളക്ടറെ വിളിച്ചിട്ട് അല്ലെ ഫയർ സ്റ്റേഷൻ അതല്ലേ സാറിന് മഴ പെയ്തോ സ്റ്റെപ്പേ കയറി ഒരു കുഞ്ഞ് തറയെ വീണാൽ ഏത് കുഞ്ഞായാലും അതൊരു ചോദ്യം. കുട്ടികളുടെ രക്ഷകർത്താക്കളും നഗരസഭാ അധികൃതരും നിലപാടിനെ ശരിവെച്ചു. 3 മണിക്ക് മുമ്പ് തന്നെ വേണ്ട പരിഹാരം കാണാമെന്ന് AXC അറിയിച്ചതിനെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിച്ചു. അടിയന്തരമായി അതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചേ മതിയാവും. നാഷണൽ ഹൈവേ അധികൃതർ ആ പ്രദേശത്ത് സ്കൂൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും സഞ്ചാര യോഗ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ്. ഉച്ചയോടെ തന്നെ ദേശീയപാത വിഭാഗം പ്രദേശത്തെ ചെളിക്കെട്ട് നീക്കം ചെയ്യുകയും റോഡിൽ മെറ്റൽ പാകി താൽക്കാലിക പരിഹാരം കാണുകയും ചെയ്തു. 10 ടണ്ണിലധികം ഭാരമുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകാൻ പാടില്ലെന്ന ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം വാഹനങ്ങൾ കടന്നുപോകുന്നതും കാലപ്പഴക്കവും കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതും അശാസ്ത്രീയ നിർമ്മാണവുമൊക്കെയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. സമീപത്തെ ഇടറോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ദേശീയപാതയിലേക്ക് എത്തി ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതും പതിവാണ്. ലൈവ് വാർത്ത, പുനലൂർ.